ഹേ എവരിബഡി, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദി ഓൾ ന്യൂ ഹീറോ എക്സ്ട്രീം 125R എന്ന മോഡലാണ്. ഒരു 125cc സെഗ്മെന്റിലെ ഏറ്റവും അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ലോഞ്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ചുറ്റും നടന്നിട്ട് എന്താണ് എക്സ്ട്രീം 125R എന്നുള്ളതും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ 125cc കാറ്റഗറിയിൽ അത്യാവശ്യം വേണ്ട സ്പെസിഫിക്കേഷൻസും അതേപോലെ ഫീച്ചേഴ്സും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഗ്രസീവ് ലുക്കിംഗ് വരുന്ന ഒരു മോഡലാണ് എക്സ്ട്രീം 125. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ തന്നെ ആയിട്ടുള്ള ഒരു ഏലിയൻ ഷേപ്പിലുള്ള കൂർത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ അടക്കം വരുന്ന ഈ വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹീറോ എക്സ്ട്രീമിന് 160 ഉണ്ട്, 125 ഉണ്ട്. ആ ഒരു പേരിൽ ഈ 125 തന്നെ രണ്ട് വകഭേദമുണ്ട്. ABS വരുന്ന ഒരു മോഡലുണ്ട്, IBS വരുന്ന ഒരു മോഡലുണ്ട്. മെയിനായിട്ട് ഡിഫറൻസ് പറഞ്ഞാൽ ABS മോഡൽ സിംഗിൾ ചാനൽ ABS നമുക്ക് ഫ്രണ്ടിലെ വീലിൽ വരുന്നുണ്ട്, മറ്റേതിൽ അത് ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് 276 വരുന്ന സമയത്ത് അതിന് ഡിസ്ക് ബ്രേക്ക് കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലുക്സിൽ നിന്ന് വരാം. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വിൻഷീൽഡ് കാര്യങ്ങളൊന്നുമില്ല, മീറ്ററിൻ്റെ ബാക്ക് വശമാണ് കാണുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. DRL വരുന്നത് ഹെഡ്ലൈറ്റ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ മുകളിൽ വേറെ അഡീഷണൽ ഒരു പാർട്ടായിട്ടാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. അതിൽ 2 ലെൻസ് ടൈപ്പ് പ്രൊജക്ടറും 2 LED ടൈപ്പാണ് വരുന്നത്. പാസ് ലൈറ്റ് നമ്മൾ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ രീതിയിലാണത് ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയിൽ എല്ലാ ലൈറ്റ്സും തന്നെ LED ആണ്. അതിൽ ഒരു ഹാലജൻ ലൈറ്റ് പോലും ഇല്ല. ഇനി നമുക്ക് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷൻ എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ ABSന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു ഇത് ABS വരുന്ന മോഡലാണ്. അപ്പോൾ ഈ ഉള്ള രണ്ട് വകഭേദത്തിൽ ഏറ്റവും സൈസ് കൂടിയ ഡിസ്ക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. 276 mm ആണ്. ടയർ വരുമ്പോൾ MRFന്റെ ടയറാണ്. സൈസ് വരുന്നത് 90-17 സൈസിലുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 125R എന്ന് എഴുതിയ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ടാങ്കിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഭയങ്കര ഷാർപ്പ് ലുക്കാണ്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, കൂർത്തിരിക്കുന്ന രീതിയിലുള്ളൊരു ഫീലാണ് വരുന്നത്. ഒരു 3D എംബത്തൂടി എക്സ്ട്രീം എന്നുള്ളൊരു ലോഗോ നമുക്ക് ടാങ്കിൽ കാണാം. 10 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ടാങ്കാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും 10 ലിറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു 8 ലിറ്റർ 8.5 ലിറ്റർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി റിസർവായിട്ട് അതിൻ്റെ ഉള്ളിൽ കണക്കാക്കേണ്ടതുണ്ട് ഫോർ സേഫ്റ്റി ഓഫ് ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഇനിയിപ്പോൾ സൈഡ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര കർവുകളും ബെൻഡുകളും ഒക്കെ ഉള്ള ടാങ്കിൻ്റെ സെയിം ഡിസൈൻ പോലെ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻസ് കാണാം. ടാങ്കിന് ഈ വശം വന്നിരിക്കുന്നത് ഫൈബർ പാർട്സ് ആണ്. ഉള്ളിൽ മെറ്റൽ ടാങ്ക് വരുന്ന രീതിയിൽ സെൻട്രൽ പോർഷനിലായിട്ടാണ് നമുക്ക് ലിഡ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്കത് സ്പ്രിന്റ് EBT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കിങ് നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ പോർഷനിൽ ഹീറോയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രം ബോഡി കളറിൽ നിന്ന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. ഒരു ആഷ് കളറാണ് വരുന്നത്. ഫ്രെയിം കാര്യങ്ങൾ ആകെ എക്സ്പോസ് ചെയ്യുന്നത് ഈ ഒരു വശത്ത് മാത്രമാണ്. നമുക്ക് ഫുഡ് പെഗ് കാര്യങ്ങൾ കാണാം. ബാക്കിലുള്ള ഫുഡ് പെഗ് വരുന്നത് നമുക്ക് സ്റ്റീൽ ടൈപ്പാണ്. ഫ്രണ്ടിൽ വരുന്നത് റബ്ബറോട് കൂടി വരുന്ന ഒരു മോഡലാണ്. ഈ വണ്ടിയിൽ നമുക്ക് കിക്കർ അവൈലബിൾ ആണ്. സിൽവർ കേസിങ്ങോട് വരുന്ന എഞ്ചിൻ കാണാം. സിലിണ്ടറിന്റെ പോർഷൻ വരുന്നത് ബ്ലാക്ക് കളറിലാണ്. ഈ ഹീറോന്റെ പല വണ്ടികളിലും എസ്പെഷ്യലി എക്സ്ട്രീമിൽ കൊടുത്തിരുന്ന പോലെ തന്നെ സ്പാർക്ക് പ്ലഗിന്റെ പ്ലഗ് നമുക്ക് റെഡ് കളറിലൂടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കരീഷ്മയിൽ വന്നിട്ടുള്ള ടൈപ്പ് ഒരു മഫ്ലറിന്റെ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ ആ ഒരു ഹീറ്റ് ഷീൽഡിൽ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു മഫ്ലർ നമുക്ക് കാണാം. സൗണ്ട് അത്ര ലൗഡ് എന്നൊന്നും പറയാനില്ല, പക്ഷേ 125cc കാറ്റഗറിയിൽ ഒരു നല്ലൊരു സൗണ്ട് വണ്ടിയാണ്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് സീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുഷ്യനിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അത്യാവശ്യം വെൽ കുഷ്യൻഡ് ആണ്. പക്ഷേ ഈ പോർഷനിൽ കുറച്ച് ഇങ്ങനത്തെ ഒരു ചെത്തിയ വശം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ബട്ടിൻ്റെ ഏരിയ കുറച്ച് മാത്രമേ നമുക്ക് സപ്പോർട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റൈഡ് പോകാനായിട്ടുള്ള ടൈപ്പ് ഒരു വണ്ടിയല്ല. പകരം ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മുടെ ഓട്ടങ്ങളും സിറ്റി ലൈഫ് അതേപോലെ തന്നെ ഫീൽഡ് വർക്ക് അങ്ങനത്തേനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെറ്റർ ലുക്കിംഗ് ഒരു വണ്ടിയാണ്. എന്നാൽ നമുക്ക് ചെറിയ എഞ്ചിനാണ്, നല്ല മൈലേജ് ഉണ്ട്, സ്പോർട്ടി ലുക്സ് ഉണ്ട്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു കോംബോയിലാണ് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ളൊരു USP ഇരിക്കുന്നത്. ബാക്കിലെ സസ്പെൻഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കിത് ഒരു മോണോ സസ്പെൻഷൻ, അത് വിത്ത് വൈറ്റ് കളർ സ്പ്രിംഗ് ആണ് വരുന്നത് വണ്ടിക്ക്. നമുക്ക് ടെയിൽ ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് LED ടെയിൽ ലൈറ്റ് ഓൾറെഡി പറഞ്ഞു അല്ലേ, ഈ രീതിയിലാണ് ഇല്യൂമിനേറ്റ് ചെയ്യുന്നത്. ഒരു ടെയിൽ ടിഡി പോലത്തെ ഒരു പോർഷൻ നമുക്ക് കാണാം. അതിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ടയറിലേക്ക് വരുന്ന സമയത്ത് ഈ ടോട്ടൽ ലുക്സ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയ ടയറായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. എക്സ്ട്രാ ഒരു ഹഗ്ഗറും അതിൽ നമുക്ക് റിഫ്ലക്ടർ കാണാം.
ടയർ സൈസ് ബാക്കിൽ വരുന്നത് 120 സെഷനാണ്, 120/80/17. അതേപോലെ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്, 130 mm ഡ്രമ്മാണ് വരുന്നത്. ഇനി നമുക്ക് സ്വിംഗ് ആമിലേക്ക് വരുവാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പ് നമുക്ക് സ്വിംഗ് ആം കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ സാരി ഗാർഡ് നമുക്ക് അയറിന് പോലുള്ളതുള്ളൂ. അതിലൊരു ഹീറോൻ്റെ ലോഗോയും ഒരു ഫുട് റെസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് അതേപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ് നമുക്ക് ഈ സൈഡിൽ കാണാം. അപ്പുറത്തെ വശം കണ്ട പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷോട് കൂട്ടിയുള്ള ഒരു എഞ്ചിൻ കേസിങ്ങും അതിലൊരു ഹീറോൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഹോൺ പ്ലേസ്മെന്റ് വരുന്നത് അടിയിലായിട്ടാണ്. അപ്പോൾ ഇതിന് എക്സ്ട്രാ നമ്മളിനി ഷോറൂമിൽ ഇറങ്ങുമ്പോൾ ഒരു ക്രാഷ് ഗാർഡും കൂടെ വരും. ഈ വണ്ടിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ ആയിട്ട് നമുക്ക് ചുറ്റും നടക്കുമ്പോൾ ഈ വണ്ടിയുടെ ഒരു ലുക്സ് എന്ന് പറയുന്നത്. എക്സ്ട്രീം 125ൻ്റെ നമ്മൾ മീറ്ററും ഹാൻഡിൽ ബാർ പോർഷനാണ് കാണുന്നത്. അത്യാവശ്യം കൂത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു മിറേഴ്സ് നമുക്ക് കാണാം. അത്യാവശ്യം ലൈറ്റർ ആയിട്ടുള്ള ഒരു ക്ലച്ചാണ് വണ്ടിക്ക് വരുന്നത്. സ്വിച്ച് സെറ്റിലേക്ക് വരുമ്പോൾ ഹെഡ് ലൈറ്റിൻ്റെ കൺട്രോൾ ഇവിടെ, പാസ് ലൈറ്റിൻ്റെ കൺട്രോൾ മുകളിലായിട്ട്, ഹസാർഡ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ഹോൺ ഈ സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഇഗ്നിഷൻ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കീ സെറ്റ് വരുന്നത് സെൻട്രൽ പോർഷനിലാണ്. ഇതാണ് വണ്ടിയുടെ മീറ്റർ, നെഗറ്റീവ് ടൈപ്പ് മീറ്റർ ആണ്. അതേപോലെ അടിയിലായിട്ട് ഒളിപ്പിച്ച് വെച്ച രീതിയിൽ ഇവിടെയായിട്ട് ഒരു USB ചാർജർ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല, പക്ഷേ ഇവിടെ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇരിക്കുന്നത് കാണാം. ഇതിൽ കൂടെയാണ് നമുക്ക് വയർ വലിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഒരു ഹോൾഡർ ഫോണിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ വയർ ഇങ്ങനെ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യാം. ഇനിയിപ്പോൾ മീറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാനിപ്പോൾ വെയിലത്ത് വരുമ്പോഴും മീറ്റർ അത്ര തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് പറയാം. ഹീറോൻ്റെ ലോഗോ വരുന്നുണ്ട്. വലിയ രീതിയിൽ ഇവിടെ സ്പീഡ് കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് A കാണിക്കുന്നുണ്ട്, ടൈം, ഫ്യൂവല്, ടോട്ടൽ കിലോമീറ്റർ, RPM മീറ്റർ മുകളിലായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ വാർണിംഗ്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ വാർണിംഗ്, സൈഡ് സ്റ്റാൻഡിങ്ങിൻ്റെ വാർണിംഗ്, അതുപോലെ ന്യൂട്രൽ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ABS എന്നിട്ടുള്ള ഈ വാർണിംഗ് സെക്ഷൻ അടിയിൽ കാണിക്കാം. ഈ സൈഡിലായിട്ട് സെറ്റ് സ്വിച്ചും ഇവിടെ മോഡ് സ്വിച്ചും കാണാം. മോഡ് അമർത്തുന്ന സമയത്ത് ട്രിപ്പ് B, ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ ഫ്യൂവലിൻ്റെ, അതേപോലെ തന്നെ ഓഡോമീറ്റർ, ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ മീറ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഓവറോളായിട്ട് വണ്ടി ചുറ്റും നടന്ന് കാണുന്ന സമയത്ത് നമ്മുടെ എക്സ്ട്രീം 125ൻ്റെ ഒരു വോക്ക് റൗണ്ട് എന്ന് പറയുന്നത്. ഈ വണ്ടിക്ക് വേറൊരു സാധനം, ഒരു ഡിസൈൻ എനിക്ക് തോന്നിയത് ഈ ഒരു പോർഷനിലാണ്. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ചെയിൻ കവറിൻ്റെ ആവശ്യം ചെളീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എക്സ്ട്രാ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഷീൽഡ് നമുക്കിത് ഇവിടെ കണ്ടില്ലേ ഫൈബറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രത്യേകതരം ലുക്സ് ആണ് കേട്ടോ സാധനത്തിന്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടിയിൽ കാണുന്നത്. അത് ചെയിൻ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷെ എന്നിരുന്നപ്പോൾ ഒരു ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് ചെയിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാവും. വീതിയുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഈ ഒരു ഹഗ്ഗറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ ആയിട്ട് വണ്ടി ചുറ്റും നടന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് വണ്ടിയുടെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് വരാം. അപ്പോൾ എഞ്ചിൻ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 125 എന്ന് പറയുമെങ്കിലും 124 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരുമ്പോൾ 11.7 bhp പവറും അതേപോലെ 10.5 Nm ടോർക്കാണ് വണ്ടിക്ക് വരുന്നത്. വരുന്നത് 8000 RPM അതേപോലെ പവർ ടോർക്ക് വരുന്നത് 6000 RPM ആയതുകൊണ്ടും ഇതൊരു മിഡ് RPM പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനീഷ്യൽ എടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ്. ഇനി സീറ്റ് ഹൈറ്റും അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ സീറ്റ് ഹൈറ്റ് 794 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും വണ്ടിക്ക് വരുന്നുണ്ട്. ടോട്ടൽ 136 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഉള്ള വണ്ടിയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതായിരുന്നു ടോട്ടൽ വണ്ടിയുടെ ഒരു വോക്ക് അറൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിനടിയിൽ ഒരു മോഡലും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് ഈ ഒരു മോഡലിന് 99,000 രൂപയാണ് വരുന്നത്. 99,500 പ്രിസൈസ് നമുക്ക് വരും. അതേപോലെ തന്നെ 95,000 രൂപയാണ് ഇതിൻ്റെ താഴെയുള്ള വകഭേദത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ രണ്ടും തമ്മിൽ 5,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓൺ റോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30,000 to 35,000 രൂപ എക്സ്ട്രാ നമ്മുടെ ഈ എക്സ്ഷോറൂം പ്രൈസിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ടോട്ടലായിട്ട് പറയേണ്ടത്. ഈ വണ്ടി കമ്പനി കുറേ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അവരുടെ അഡ്വർടൈസ്മെന്റ്സിലാണെങ്കിലും വെബ്സൈറ്റിലാണെങ്കിലും കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. 66 kmpl ആണ് കമ്പനി പറയുന്ന വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത്. ഏകദേശം നമുക്കൊരു 60 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അതുകൂടാണ്ട് വണ്ടിയുടെ ഒരു പെർഫോമൻസിൻ്റെ കാര്യവും കമ്പനി അവരുടെ വെബ്സൈറ്റിലേക്ക് എടുത്തു നോക്കി കാണാം. അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് വണ്ടി ഇനീഷ്യലിൽ ഭയങ്കരമായിട്ട് പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരുന്നൊരു വണ്ടിയാണെന്ന്. അവർ ക്ലെയിം ചെയ്യുന്നത് 0 to 60 6 സെക്കൻഡ്സ് സംതിങ്ങിലാണ്. അപ്പോൾ എനിക്കത് ഓടിച്ച് കഴിഞ്ഞപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റും, പക്ഷെ അവരുടെ കണ്ടീഷൻസിലാണ്. റിയൽ ലൈഫിൽ നമുക്ക് വണ്ടി കുറച്ചൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു കാമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനീഷ്യൽ സ്റ്റേജസിൽ.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് വണ്ടിയുടെ സൗണ്ട് നോക്കാം. അതേപോലെ തന്നെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് അതൊന്ന് സൗണ്ട് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒരു 125 cc നമ്മൾ കേട്ട് മറന്നിട്ടുള്ള അതേ സൗണ്ട് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഓടിച്ച് നോക്കാം വണ്ടി. എന്നിട്ട് വണ്ടി റിയൽ ലൈഫിൽ ഓടിക്കുമ്പോൾ സസ്പെൻഷൻ എങ്ങനെയുണ്ട്, ബ്രേക്ക് എങ്ങനെയുണ്ട്, പെർഫോമൻസ് ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളും സീറ്റ് ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വണ്ടിയിൽ ഇരുന്നോണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അടുത്തൊന്ന് ഓടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് എക്സ്ട്രീം 125 ഇരിക്കുന്നത്. അപ്പോൾ ഒരു 5.5 ഹൈറ്റുള്ള എനിക്ക് വണ്ടി കാല് മാനേജ് ചെയ്യാനൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ. കാരണം ആകെ 790 സംതിങ് സീറ്റ് ഹൈറ്റല്ലേ ഉള്ളൂ ആകെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാല് കുത്തുന്നതിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി റൈഡിങ് ട്രയാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാല് കണ്ടില്ലേ ടാങ്ങിന് അടിയിലായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഹഗ് ചെയ്തിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പോസ്ചറും റൈഡിങ് ട്രയാങ്കിളൊക്കെ തന്നെയാണ് വരുന്നത്. മീറ്ററിൻ്റെ കാര്യത്തിൽ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ള വെച്ചാൽ ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കണോണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് മീറ്റർ കാണാൻ സാധിക്കുന്നില്ല. ആകെ വളരെ സ്പീഡ് അറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഗിയറൊക്കെ എത്രയിലാണെന്നൊന്നും നോക്കണമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് നോക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് അത്ര അടിപൊളിയെന്ന് നമുക്ക് പറയാനില്ല. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നല്ലൊരു റോട്ടിലേക്ക് കയറ്റി വെക്കാം. ഇപ്പോൾ ഈ പാച്ചി റോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ നമ്മുടെ വർത്തമാനം പറയുമ്പോൾ വിട്ടുവിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വൈബ്രേഷനും അതേപോലെ തന്നെ ഒരു അടിപ്പൊക്കെ നമുക്ക് സാധാരണ അത്ര പ്ലെയിൻ ആയിട്ടുള്ള റോട്ടിൽ നമുക്ക് ഇല്ല. പക്ഷേ റബ്ബറൈസ് റോഡിലേക്ക് കയറുന്ന സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടാവും. ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. വൈബ്രേഷൻ വളരെ കുറവാണ് വണ്ടിക്ക്. നല്ല എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ കാര്യമാണ്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതേപോലെ തന്നെ ബ്രേക്കിംഗ് പറയുന്നുണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചാലേ നമുക്ക് അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് നമുക്ക് വണ്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് കുറച്ചൊരു സ്പോഞ്ചി ഫീലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാക്കിൽ ഡ്രമ്മ് സാധാരണ നമ്മൾ ഡ്രം ബ്രേക്സിൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. ഗിയർ ബോക്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട് താനും. പക്ഷേ എന്നിരുന്നാൽ പോലും ഗിയറുകളിൽ നിന്ന് ഗിയറിലേക്ക് ഡൗൺ ചെയ്യുമ്പോഴോ അതിൽ അപ്പ് ചെയ്യുമ്പോൾ പെർഫെക്റ്റാണ്. ഡൗൺ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ചെറുതായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കേണ്ട പോലെ വീഴാത്ത പോലത്തെ ഒരു ഫീല് ചില സമയത്ത് നമുക്കുണ്ട്. അതേപോലെ തന്നെ 5th ഗിയറിൽ പോകുമ്പോൾ നമുക്ക് ഇനിയും ഒരു ഗിയറുള്ള പോലത്തെ ഒരു ഫീലും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് ഇട്ട് നോക്കി, അപ്പോൾ അറിയാണ്ട് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ ഗിയറിലാണെന്ന് തോന്നുന്നില്ല. ഇനിയും ഒരു ഗിയറുള്ള പോലത്തെ ഒരു ഫീല് നമുക്ക് 5th ഗിയറിലും ആ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്കുണ്ട്. വണ്ടി ഇനീഷ്യൽ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിലും അതേപോലെ മിഡ് കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് വണ്ടി ഒരു 60-ലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 70-ഒക്കെ കയറി കഴിഞ്ഞാൽ വണ്ടി കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ടാണ് എഞ്ചിൻ്റെ സൈഡിൽ നിന്നുള്ളത്. ഇപ്പോൾ 3rd ഗിയറിൽ 30 ആണെങ്കിൽ പോലും കൈ കൊടുക്കുമ്പോൾ വണ്ടി കുറച്ചൊന്ന് എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു സ്ട്രഗിൾ സൗണ്ട് പോലത്തെ ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എനിക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ തോന്നിയത് ഇതിൻ്റെ വൈബ്രേഷൻ ഇല്ലായ്മയാണ്. ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീലുണ്ട് വണ്ടിക്ക്. ഇപ്പോഴത്തെ ട്രാഫിക്കിൽ നിർത്തുമ്പോൾ കണ്ട കാല് അത്യാവശ്യം നമുക്ക് പ്ലാന്റഡ് ഫുഡായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 125 cc ആയതുകൊണ്ട് ഇതിൽ വേറെ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഹീറ്റാണെങ്കിലും കാലും അടിക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും നമുക്ക് പറയാനുമില്ല. കാരണം ചെറിയ എഞ്ചിനല്ലേ, അപ്പോൾ ഹീറ്റ് അത്ര കുറച്ച് തന്നെ എടുക്കുകയുള്ളൂ വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയറാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെയിനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ നല്ലത് ഇപ്പോൾ ഡിഗ്രി ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെ ലൈസൻസ് എടുത്ത സമയത്ത് കൈ തെളിയാത്തവർ ഉപയോഗിക്കാനായിട്ടൊരു സ്പോർട്ടി വണ്ടി വേണം, വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല CC കൂടിയ വണ്ടി എന്നുണ്ടെങ്കിൽ ഒരു 125 cc എടുക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു 60 താഴെ കിടന്ന് കളിക്കാൻ പറ്റിയ പെർഫോമൻസ് ഉള്ളൊരു വണ്ടി തന്നെയാണ്. നമ്മുടെ കൊണ്ട് ഇനിയിപ്പോൾ CC കുറവാണെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ മൈലേജും ഉണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും സ്പോർട്ടി ലുക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ, അതായത് ലൈസൻസ് ഉടനെ എടുത്ത് ഒരു ന്യൂബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ, കൈ തെളിയിക്കാൻ പറ്റിയ ഒരു നല്ല വണ്ടിയാണ് എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഓടിച്ചപ്പോൾ തോന്നിയതെന്ന് പറയുന്നത് ഒന്ന് ഈ മീറ്ററിൻ്റെ ആ ഒരു ഇലുമിനേഷൻ പോരാ. നല്ല സണ്ണി ആയിട്ടുള്ള സ്ഥലത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ കാണാൻ സാധിക്കുന്നില്ല. ബാക്ക് വശത്ത് മിററിൻ്റെയൊക്കെ ഒരു ഡിസൈനിൻ്റെ ഗുണം കൊണ്ട് നീണ്ടിരിക്കണോണ്ടേ നമുക്ക് ബാക്ക് വശമൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. വൈബ്രേഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മിററിൽ കൂടെ ബാക്കിലത്തെ വണ്ടികളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റും. സസ്പെൻഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗഡറൊക്കെ ചാടുന്ന സമയത്ത് കുറച്ചൊക്കെ ബോഡിയിൽ കിട്ടുന്നുണ്ട്, നമുക്ക് ആ ഒരു കണ്ടില്ലേ ചാട്ടമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു 125 cc നമ്മൾ എക്സ്പെക്ട്
എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ റൈഡ് ക്വാളിറ്റി അതിനേക്കാൾ ഉപരി 150cc കിട്ടാത്തൊരു റിഫൈൻമെൻറ്റ് എനിക്ക് ഈ വണ്ടിയിൽ നല്ലോണം തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഹോണ്ടയുടെ ഷൈനൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു എൻജിൻ സ്ട്രെസ് ചെയ്യുന്ന ഒരു ഫീല് ഇതിൽ ഉണ്ട്. സൗണ്ട് വൈസേ ഉള്ളൂ, വൈബ്രേഷൻ വൈസ് നമുക്കത് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതിപ്പോൾ സ്കൂട്ടറിൽ പോകുന്ന ആൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ പോലും പിടിക്കുന്നൊക്കെ ഒരു കോൺഫിഡൻസ് അത്ര ഒന്നുമില്ല. പക്ഷേ ബാക്കിലത്തെ ഡ്രമ്മും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്കൊരു വണ്ടി നിൽക്കും എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ ഫ്രണ്ട് ഭയങ്കര സ്പോഞ്ച് ആയതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഒന്നും അത്ര തരുന്നില്ല. ABS കണക്റ്റഡ് ആണ് ഫ്രണ്ട് ചെയ്ത്, പക്ഷേ നമുക്ക് ആ ഒരു പിടിച്ചാൽ നിൽക്കും എന്നുള്ള ആ ഒരു ഫുൾ കോൺഫിഡൻസിലൊന്നും നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ടാങ്കാണ് മസ്കുലറായിട്ടിരിക്കുന്നത്. ഹെഡ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീറ്ററിൻ്റെ ഒക്കെ വശമൊക്കെ ഭയങ്കര സ്കിന്നി ടൈപ്പായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തരുന്നത്. പക്ഷേ എന്നിരുന്നാലും കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർ ഓടിക്കുകയാണെങ്കിൽ വണ്ടി നന്നായിട്ട് ബോഡിയായിട്ട് മാച്ച് ചെയ്ത് നല്ലൊരു മാച്ചോ രീതിയിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. വലിയ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, അവർ 60 താഴെയുള്ള പെർഫോമൻസിലാണ് കമ്പനി ഇത് കൂടുതലും ഒന്ന് ഫോക്കസ് ചെയ്ത് പണിഞ്ഞിരിക്കുന്നത് ട്യൂണിങ്ങൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡിനുള്ളിൽ കിടന്ന് കളിക്കാനായിട്ട് വണ്ടി നല്ലൊരു ഓപ്ഷനായിരിക്കും. അപ്പോൾ ഈ ഒരു റേറ്റും 90,000 രൂപ ഷോറൂം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് അത്ര എക്സ്പെൻസീവ് അല്ല. എന്ന് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും ഈ പറഞ്ഞ പോലെ ലുക്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിക്ക് അത്ര എക്സ്പെൻസീവ് ആണെന്ന് പറയാനും നമുക്ക് സാധിക്കില്ല. എന്നുള്ളത് കൊണ്ട് ഒരു ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ലുക്സ്, ആ ഒരു ഏലിയൻ ലുക്കാണ് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചൂസ് ചെയ്യാവുന്നതും അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് എക്സ്ട്രീം 125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഷോർട്ടായിട്ട് പറയുകയാണ്, ആരാ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ലൈസൻസ് എടുത്ത് ന്യൂബി ആയിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വണ്ടിയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ്, വണ്ടിയുടെ ഒരു ലുക്സ്, മൈലേജ് എല്ലാം കൊണ്ടും വണ്ടി ഈ പറഞ്ഞ പോലെ ഒരു ന്യൂബീസിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലുക്സ് ഇത്തിരി കുറച്ചൊരു സ്പോർട്ടി ആയതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ഏജ് ആൾക്കാർക്ക് സ്യൂട്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇതായിരുന്നു ഓവറോൾ ആയിട്ടുള്ള വണ്ടിയുടെ ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഞാനപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പുതിയൊരു വണ്ടിയായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് യുവർ രാഹുൽ ജി സൈനിങ് ഓഫ്. ബൈ ബൈ.